ക്രിസ്ത്യാനികളിൽ ക്രിസ്തു ഉണ്ടോ? ഈ ഒരു ചോദ്യം പല സമയത്തും എൻ്റെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും യേശു ക്രിസ്തുവിനെ പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പിന്തുടരുന്നുണ്ടോ? ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ക്രിസ്ത്യൻ ആരാധന രീതികൾ, അതുപോലെ തന്നെ സ്വയം ദൈവമായി ചമഞ്ഞ് യേശു ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്തു വന്ന ദൈവങ്ങൾ, കുട്ടി ദൈവങ്ങൾ, പ്രവാചകന്മാർ, അഭിഷക്തന്മാർ, അപ്പോസ്തലന്മാർ, ഇവരെയൊക്കെ കാണുമ്പോൾ ക്രിസ്ത്യാനികളിൽ എവിടെ ക്രിസ്തു? അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വിശുദ്ധ മന്ദിരം എന്ന് പറയുന്ന മനുഷ്യ ശരീരങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ ഇവർ പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആത്മീയ മേഖലകളും ആത്മീയ തലങ്ങളും ഇന്ന് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, വ്യാവസായികരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു വലിയ ബിസിനസ്സായി മാറിയിരിക്കുന്നു. ഇന്ന് കുറെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിട്ട് അവർക്ക് കേൾക്കുവാനായിട്ട് കർണരസമായിട്ടുള്ള പ്രോസ്പെരിറ്റി ഗോസ്പലിനോടാണ് താല്പര്യം. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കുന്ന പല പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രീച്ചേഴ്സിനെയും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലും കാണാം. അതായത് ദശാംശം കൊടുത്ത് അല്ലെങ്കിൽ കാശ് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ക്രിസ്ത്യാനികളും, അതുപോലെ തന്നെ ദശാംശം മേടിച്ച് രാജാക്കന്മാരെ പോലെ കഴിഞ്ഞ പ്രോസ്പെരിറ്റി ഗോസ്പൽ സംസാരിക്കുന്ന പാസ്റ്റർമാർ, അഭിഷക്തന്മാർ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ എന്നിങ്ങനെ മറ്റനേകം ആൾക്കാരെയും നമുക്ക് കാണാം. ഒരു കൂട്ടം ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തു ആരാണ് എന്നുള്ള അറിവ് പോലുമില്ല. അവർക്ക് മാതാവിനെ അറിയാം, മാതാവിനോടുള്ള ആരാധനയും ഭക്തിയും ഒക്കെ അവർക്ക് അറിയാം. പിന്നെ കുറെ ആൾക്കാർക്ക് അഭിഷക്തന്മാരെ അറിയാം, പക്ഷെ ക്രിസ്തുവിനെ അറിയില്ല. യേശുവിനെ പിൻപറ്റുന്ന ഓരോ ക്രിസ്ത്യാനികളും യേശു ആരാണെന്നുള്ള ബോധ്യമെങ്കിലും മിനിമം ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പല സഭകളിൽ കാണുന്നത് പോലെ അനേകം ദൈവങ്ങളും വിശുദ്ധന്മാരും അഭിഷക്തന്മാരും ഉണ്ടാകുകയില്ലായിരുന്നു. ചില സഭകളിൽ പല തരത്തിലുള്ള മാതാവാണ് റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വേളാങ്കണ്ണി മാതാവ്, കൃപാസനം മാതാവ്, മണർകാട് മാതാവ്, പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു കൂട്ടം ആൾക്കാർക്ക് ഈ അത്ഭുതങ്ങളിലാണ് താല്പര്യം. അതായത് വലിയ അത്ഭുതങ്ങളും അതിശയങ്ങളും കാണുവാൻ വേണ്ടി നടക്കുന്നവർ, ഈ ഭൂമിയിലെ സൗഭാഗ്യ നന്മകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ളവര് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഉള്ളത് കൊണ്ട് ധാരാളം ദൈവങ്ങളും ധാരാളം ഇതുപോലെയുള്ള മാതാക്കളെ സൃഷ്ടിച്ച ആൾക്കാരും ഇങ്ങനെ കാശുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ക്രിസ്ത്യാനി എന്ന ലേബലിൽ നിൽക്കുന്ന ആൾക്കാർ പലരും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. ഒരു കൂട്ടം ആൾക്കാർ ഭൗതിക നന്മകൾക്കായിട്ട് ഉപവാസം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടുന്നത് ഭൗതികമായിട്ടുള്ള നന്മകളാണ്, അല്ലെങ്കിൽ രോഗസൗഖ്യങ്ങളാണ്. ഇവിടെ യേശുവിന് യഥാർത്ഥ സുവിശേഷത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ യേശു ക്രിസ്തു ആരാണ് എന്ന് ഓരോ ക്രിസ്ത്യാനി വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം. യേശു ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നമുക്കൊക്കെയും പറയാൻ സാധിക്കും. സർവ സൃഷ്ടിക്കും മുൻപേ ജനിച്ചവൻ, ഈ പറയുന്ന മാതാവിനും വിശുദ്ധന്മാർക്ക് മുൻപേ ഉണ്ടായിരുന്നവൻ, ലോകാരംഭത്തിന് മുമ്പേ നിത്യതയിൽ ഉണ്ടായിരുന്നവൻ, സർവ സൃഷ്ടിക്കും ആദിജാതൻ, സൃഷ്ടികർമ്മങ്ങൾക്കും പിതാവായ ദൈവത്തിനോടൊപ്പം പങ്കെടുത്തവൻ. ശരിയല്ലേ? യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ പല പുതിയ നിയമവാക്യങ്ങളും ലേഖനങ്ങളും നമുക്ക് പറയാമെങ്കിലും ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങൾ ആകട്ടെ, കർത്തൃത്വങ്ങൾ ആകട്ടെ, വാഴ്ചകൾ ആകട്ടെ, അധികാരങ്ങൾ ആകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ഇന്ന് യഹോവയുടെ സാക്ഷികളെ പോലെ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്
യേശു സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറിയ ജന്മം കൊടുത്തതിന് ശേഷം മാത്രമാണ് യേശു ഉണ്ടായതെന്നാണ് മറ്റൊരു വിഭാഗം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബൈബിൾ പരിശോധിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും, യേശു മറിയയ്ക്ക് മുൻപേ ഉണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ യേശുവിനെ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനത്തിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ ഇതിലെ ഏതാനും വാക്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും സകല സൃഷ്ടിക്ക് മുൻപേ ജനിച്ചവനുമാണ്. അപ്പോൾ യേശു എന്ന് പറയുന്നത് ആരാണ്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു: ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അതുപോലെ തന്നെ നമ്മൾ ഈ വാക്യം വായിക്കുന്നതിനോടൊപ്പം മറ്റൊരു വാക്യം കൂടി നോക്കേണ്ടത് അത്യാവശ്യമാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ഈ വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു, യേശു ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രകാശവും സത്തയുടെ പ്രതിരൂപവുമാണ്. ഇതിലൂടെ യേശു ദൈവത്തിന് തുല്യനാണെന്ന് വ്യക്തമാക്കുന്നു. അതായത് ദൈവത്തിന്റെ മഹത്വം എത്രത്തോളമുണ്ടോ അത് യേശുവിലുമുണ്ട്. കൊലോസ്യർ 1:15 അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപം എന്ന് പറയുമ്പോൾ ഈ പ്രതിരൂപം അതിന്റെ ഗ്രീക്ക് വാക്ക് എയ്ക്കൺ എന്നാണ്. അതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ഐക്കൺ എന്ന വാക്കുണ്ടായത്. ഇതിന്റെ അർത്ഥം പകർപ്പ് അല്ലെങ്കിൽ സാദൃശ്യം എന്നാണ്. യേശു ക്രിസ്തു ദൈവത്തിന്റെ തികഞ്ഞ പ്രതിരൂപവും ദൈവത്തിന്റെ കൃത്യമായ സാദൃശ്യവുമാണ്. അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ യേശു ക്രിസ്തുവിനെ നിസ്സാരവൽക്കരിച്ച് കാണുമ്പോൾ യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ ആഴം എത്രമാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ യേശു ക്രിസ്തു മനുഷ്യന്റെ കണ്ണുകൾക്ക് അദൃശ്യനായ പിതാവായ ദൈവത്തിന്റെ ഭൗതികമായ വെളിപ്പെടുത്തലാണെന്നാണ് യോഹന്നാനും നമ്മളോട് പറയുന്നത്. അതായത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഇതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ പറയുന്നുണ്ട്: എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന മറ്റൊരു കാര്യം സകല സൃഷ്ടിക്കും മുൻപേ ഉള്ള ആദ്യജാതൻ എന്നാണ്. ആദ്യജാതൻ അതിന്റെ ഗ്രീക്ക് പദമാണ് പ്രോട്ടോടോക്കോസ്. അതായത് യഹോവയുടെ സാക്ഷികൾ ഈ വാക്യം വെച്ച് യേശു ആദ്യത്തെ സൃഷ്ടിയാണ് എന്നാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് തികച്ചും തെറ്റാണ്. ഗ്രീക്ക് ഭാഷയിൽ ഈ വാക്യത്തിന്റെ അർത്ഥം സകല സൃഷ്ടിക്കും മുൻപ് ജനിച്ചവൻ എന്നാണ്. ഈ പദത്തിന് സൃഷ്ടിക്കപ്പെട്ടവൻ എന്നല്ല, മറിച്ച് ഭൗതിക രൂപത്തിൽ എന്നേക്കും നിലകൊള്ളുന്നവൻ എന്നാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത്: അവനിലൂടെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടു, കാണുന്നതും കാണാത്തതുമായ സകലവും, സിംഹാസനങ്ങളും അധികാരങ്ങളും വാഴ്ചകളും ശക്തികളും എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടു. ഈ വാക്യം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? യേശുവിലൂടെയാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടതെന്നും അവന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വാക്യം വായിക്കുന്നതിനോടൊപ്പം തന്നെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം കൂടി നമ്മളൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. ഇവിടെ ഇങ്ങനെ പറയുന്നു: സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യുന്നതമായി അവനെ തന്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇവിടെ പൗലോസ് എന്താണ് പറയുന്നത്?
ക്രിസ്തുവിനെ ദൈവം സകല ശക്തികൾക്കും വാഴ്ചകൾക്കും മുകളിലായി എല്ലാ അധികാരങ്ങൾക്കും ഉപരിയായി സ്വർഗത്തിൽ ഉയർത്തി എന്നാണ്. മാത്രമല്ല, ഈ അധികാരം ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനിരിക്കുന്ന ലോകത്തിലും ക്രിസ്തുവിനുണ്ടാകും. വീണ്ടും ഈ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടു, കാണുന്നതും കാണാത്തതുമായ സകലവും, സിംഹാസനങ്ങളും അധികാരങ്ങളും വാഴ്ചകളും ശക്തികളും എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടു. അതായത് all things were created through him and for him. അതായത് ഈ വാക്യം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? യേശു പ്രപഞ്ച സൃഷ്ടിയിൽ പങ്കെടുത്തു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കൊലോസ്യ ലേഖനം 1:16 വാക്യം നമ്മളെ അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1 അതിന്റെ 16 വാക്യം വായിക്കുന്നതിനോടൊപ്പം യോഹന്നാന്റെ സുവിശേഷം 1 അതിന്റെ 3 വാക്യം കൂടി വായിച്ചാൽ നല്ലതായിരിക്കും. അവിടെ ഇങ്ങനെ പറയുന്നു, സകലവും അവനിലൂടെ ഉണ്ടായി, ഉണ്ടായതൊന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അതായത് പൗലോസും യോഹന്നാനും ഒരേ കാര്യമാണ് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിച്ച് വ്യക്തമാക്കി തരുന്നത്. ഇതിനോടൊപ്പം തന്നെ ചില കാര്യം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1 അതിന്റെ 1 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ യഹോവയുടെ സാക്ഷികൾ അവരുടെ ഒരു ബൈബിളുണ്ട്, അത് NWT, അതായത് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞൊരു ബൈബിളാണ് അവർക്കുള്ളത്. അതിൽ കാര്യങ്ങൾ ഒരുപാട് വളച്ചൊടിച്ചാണ് അവർ സംസാരിക്കുന്നത്. ജനങ്ങളെ ചൂഷണം ചെയ്യുകയും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അവർ ഒരുപാട് വളച്ചൊടിച്ചിട്ടുണ്ട്. ഈ NWT, ഈ യഹോവ സാക്ഷികളുടെ ഈ ട്രാൻസ്ലേഷൻ ബൈബിളിൽ നമ്മളത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് പറയുന്നത്, ആൻഡ് ദ വേർഡ് വാസ് എ ഗോഡ് എന്നാണ്. അതായത് വചനം ഒരു ദൈവമായിരുന്നു എന്നാണ് അവർ വിവർത്തനം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് വലിയ തോതിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വിവർത്തനം തെറ്റാണെന്ന് സമർത്ഥിക്കാനായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റും. എന്നാൽ യഥാർത്ഥ ഗ്രീക്ക് വാക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം അങ്ങനെയല്ല. യഥാർത്ഥ ഗ്രീക്ക് ഭാഷയിലുള്ള അർത്ഥം നാം പരിശോധിക്കുമ്പോൾ അവിടെ ആ അർത്ഥം നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെയാണ്, ദൈവം ആയിരുന്നു വചനം എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ വചനം ദൈവമായിരുന്നു എന്നല്ല. നമ്മുടെ ഇംഗ്ലീഷ് പരിഭാഷകൾ ഇത് വായിക്കാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രമം മാറ്റിയത്. ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ദൈവം എന്ന വാക്ക് ആദ്യം വെച്ചത് വചനത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെത് തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഊന്നി പറയാനായിട്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയിൽ എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ല. അതുകൊണ്ട് എ ഗോഡ് എന്ന് ചേർക്കുന്നത് ഗ്രീക്ക് വ്യാകരണത്തിന് വിരുദ്ധമാണ്. അതായത് യഹോവയുടെ സാക്ഷികളുടെ NWT വിവർത്തനത്തിൽ മനഃപൂർവ്വം നടത്തിയ ഒരു തെറ്റായ വിവർത്തനമാണ് അവർ എ ഗോഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അവരുടെ ആ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് വില കുറച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി വിടുകയാണ്. നമ്മൾ വിശുദ്ധ ബൈബിള് പരിശോധിക്കുകയാണെങ്കിൽ യോഹന്നാനും പൗലോസും യേശു ക്രിസ്തു സൃഷ്ടികർത്താവായ ദൈവം തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് യേശുവിനെ അല്ലെങ്കിൽ വചനം ദൈവത്തോടൊപ്പം സൃഷ്ടികർമ്മങ്ങളിൽ പങ്കെടുത്തവനായിട്ടാണ് കാണിക്കുന്നത്. ഈ വാക്യത്തിലൂടെ പൗലോസ് വ്യക്തമാക്കുന്നത് യേശു ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവനല്ല, മറിച്ച് സകലത്തിൻ്റെയും സൃഷ്ടികർത്താവാണ്. ദൃശ്യമായവ മാത്രമല്ല, മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായ ശക്തികളുടെയും അതിലൂടെ ഈ മാലാഖമാര് മറ്റ് ആത്മീയ അധികാരങ്ങളെയും യേശു തന്നെയാണ് സൃഷ്ടിച്ചത്. ഇതിനോട് അനുബന്ധിച്ച് മറ്റൊരു വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ എബ്രായ ലേഖനം 1 അതിൻ്റെ 1-2 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം വിവിധ സന്ദർഭങ്ങളിലും വിവിധ രീതിയിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചതിന് ശേഷം ഈ അന്ത്യനാളുകളിൽ അവൻ പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിക്കുന്നു. അവനെ സകലത്തിനും അവകാശിയായി ദൈവം നിയമിക്കുകയും അവനിലൂടെ ലോകങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു.
ഈ വാക്യം വളരെ വ്യക്തമാണ്. ദൈവം പുത്രനിലൂടെ ലോകത്തെ സൃഷ്ടിച്ചു. ഇന്ന് ഇതിൽ പറയുന്നു, ഇത് യേശുവിൻ്റെ സൃഷ്ടിയിലുള്ള പങ്കാളിത്തത്തിന് നേരിട്ടുള്ള ഒരു തെളിവാണ് ഈ വാക്യം. അടുത്തതായി യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്, യേശു ക്രിസ്തു നിത്യനായവനാണ്, അവൻ നിത്യതയിൽ ഉണ്ടായിരുന്നവനാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവനാണ് സകലത്തിനും മുൻപേ ഉള്ളവൻ, അവനിൽ സകലവും നിലനിൽക്കുന്നു. ഈ വാക്യം യേശുവിന്റെ അസ്തിത്വത്തിന്റെ നിത്യതയെ, അവൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ അവൻ തന്നെ താങ്ങി നിർത്തുന്നു എന്നുള്ളതിനെ ഊന്നിപ്പറയുന്നു. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് യേശു കാലത്തിന് മുൻപേ ഉള്ളവനും സകല സൃഷ്ടിക്ക് മുമ്പേ ഉള്ള ആദ്യ ജാതനുമാണ്. ഈ വാക്യം നമ്മൾ നോക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിലെ ഒരു വാക്യം കൂടി നാം ശ്രദ്ധിക്കണം. മീകാ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, എന്നാൽ നീയോ ബേത്ലഹേം എഫ്രാത്ത യഹൂദ ഗോത്രങ്ങൾ, നീ ചെറുതാണെങ്കിലും ഇസ്രായേലിന് ഭരണാധികാരിയായി വരേണ്ടവൻ നിന്നിൽ നിന്ന് എനിക്ക് വേണ്ടി പുറപ്പെടും. അവന്റെ ഉത്ഭവം പുരാതനമായതും നിത്യതയിലുള്ളതുമാണ്. എന്താണ് ഈ വാക്യം നമ്മോട് സംസാരിക്കുന്നത്? അതായത് ഈ പ്രവചനം യേശുവിൻ്റെ ജനന സ്ഥലമായ ബേത്ലഹേമിനെ കുറിച്ച് മാത്രമല്ല, അവന്റെ ഉത്ഭവം പുരാതനമായതും നിത്യതയിലുള്ളതുമാണെന്നാണ്. ഈ വാക്യം ഇവിടെ പറയുന്നതിലൂടെ യേശുവിൻ്റെ ഭൗമിക ജീവിതത്തിന് മുൻപേ ഉള്ള അവന്റെ ദൈവത്വവും നിത്യതയും ഊന്നിപ്പറയുന്നു. ഈ വാക്യം യേശു ക്രിസ്തു പണ്ടേ ഉണ്ടായിരുന്നുവെന്നും നിത്യതയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വലിയൊരു തെളിവും കൂടിയാണ്. അതായത് സകല സൃഷ്ടിക്കും മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ, മറിയയ്ക്ക് മുമ്പേ, പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും മുൻപേ ആരുണ്ടായിരുന്നു? യേശു ക്രിസ്തു. ഇന്ന് ഈ വസ്തുത ചിലർക്ക് അറിയില്ല, അല്ലെങ്കിൽ ചിലർ വിസ്മരിച്ചിരിക്കുന്നു. ഭൗതിക നന്മകളുടെ ഓട്ടത്തിന് പുറകെ, അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രീച്ചേഴ്സ് ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എവിടെ ഇതിന്റെ സത്യങ്ങൾ തേടിപ്പോകുവാൻ നമുക്ക് സമയം? അതുകൊണ്ടാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഇതും മറ്റൊരു തെളിവ് കൂടിയാണ്. യേശു മുൻപേ നിത്യതയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ചോദിക്കാം, യേശു ക്രിസ്തു ആരാണ്? ചോദ്യത്തിന് പൗലോസ് നൽകിയ ഉത്തരത്തിന്റെ ആദ്യ ഭാഗമാണിത്. അവൻ ദൈവത്തിന്റെ കൃത്യമായ പ്രതിരൂപമാണ്. തൃത്വത്തിലുള്ള ദൈവത്തിന്റെ നിത്യനായവന്റെ ഭൗതികമായ വെളിപ്പെടുത്തലാണ്. അതായത് യഹോവയുടെ സാക്ഷികളും മറ്റുള്ളവരും വാദിക്കുന്നതിന്റെ കൂട്ട് അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല, മറിച്ച് ഉൽപ്പത്തി 1 ഇങ്ങനെ വായിക്കാം, ആദിയിൽ ക്രിസ്തു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ വായിക്കാം, ആദിയിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, ക്രിസ്തു ദൈവത്തോടു കൂടിയായിരുന്നു, ക്രിസ്തു ദൈവമായിരുന്നു. വീണ്ടും അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും സർവ സൃഷ്ടിക്ക് മുൻപേ ഉള്ള ആദ്യജാതനുമാണ്. ഈ മെസ്സേജിന്റെ അവസാന ഭാഗമായിട്ട് ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിനായിട്ട് ഒരു വേദഭാഗം കൂടി നമുക്ക് നോക്കാം. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യം. പിതാവായ ദൈവത്തിന്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലാണ് പുത്രനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ വാക്യങ്ങൾ യേശുവിന്റെ ദൈവികതയും അവന്റെ സൃഷ്ടാവായുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. റോമർ 1:18 വായിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള സത്യത്തെ അനീതിയാൽ തടഞ്ഞു വെക്കുന്ന മനുഷ്യരുടെ എല്ലാ ദുഷ്ടതയ്ക്കും അനീതിക്കും നേരെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നു. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എല്ലാ മനുഷ്യരിലുമുണ്ട്. എന്നിട്ടും മനുഷ്യർ അവരുടെ പാപപ്രവർത്തികളിലൂടെ ആ സത്യം മനഃപൂർവ്വം തടഞ്ഞു വെക്കുന്നു. അതായത് ഏകമധ്യസ്ഥൻ യേശുക്രിസ്തു എന്ന് ബൈബിൾ വെളിപ്പെടുത്തിയിട്ടും നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും യേശുവിലൂടെ കടന്നു പോകുന്നില്ല. അത് മറ്റാരൊക്കെയോ കൊണ്ടുപോയിരിക്കുന്നു. അല്ലെങ്കിൽ
യേശുവിലൂടെ പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കത്തില്ല എന്ന് ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിച്ചിരിക്കുന്നു. യേശുവിൻ്റെ മഹത്വത്തെ നമ്മൾ തന്നെ ഇല്ലാതെയാക്കി. ഇതിനുള്ള ദൈവത്തിൻ്റെ പ്രതികരണമാണ് കോപം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും പുനരുദ്ധാനവുമാണ് ഈ കോപത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ വഴി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതെല്ലാം അവർക്ക് വെളിവായതാണ്, കാരണം ദൈവം അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? ദൈവത്തെക്കുറിച്ച് മനുഷ്യന്റെ മനസ്സാക്ഷിയിലും ലോകത്തിലും ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ അറിവ് എല്ലാ മനുഷ്യർക്കും പ്രാപ്യമാണ്. അതായത് എല്ലാ അറിവുകളും നമ്മുടെ മുമ്പിൽ തന്നെയാണ്. പലപ്പോഴും നമ്മൾക്കത് കാണാൻ കഴിയുന്നില്ല. കണ്ടിട്ടും നമ്മൾ അതിന് യാതൊരു പ്രാധാന്യവും നൽകാതെ അതിനെ തഴഞ്ഞ് മുൻപോട്ട് വേറെ വഴികളിൽ സഞ്ചരിക്കുന്നു. ദൈവം നൽകിയിരിക്കുന്ന ഈ അറിവുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ഉപയോഗിക്കണം. അടുത്തതായിട്ട് റോമർ 1:20 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ലോക സൃഷ്ടി മുതൽ അദൃശ്യമായ ദൈവത്തിന്റെ ശക്തി ദൈവത്വവും അവന്റെ സൃഷ്ടികളിലൂടെ വ്യക്തമായി കാണാൻ കഴിയും. അതുകൊണ്ട് അവർക്ക് ഒഴിവ് പറയുവാനായിട്ട് കഴിയില്ല. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെയാണ് യേശുവിൻ്റെ പങ്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം ബൈബിൾ പറയുന്നത് അനുസരിച്ച് യേശു ക്രിസ്തുവിലൂടെയാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. അതിനാൽ നാം കാണുന്ന ഓരോ സൃഷ്ടിയിലും യേശുവിൻ്റെ ശക്തി ദൈവത്വവും വെളിപ്പെടുന്നു. ഈ സൃഷ്ടികളെ കാണുമ്പോൾ ദൈവമില്ലെന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഇന്ന് നാം പ്രാർത്ഥിച്ച് ഒന്നും ലഭിക്കാതെ വരുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? മറ്റുള്ള ദൈവങ്ങളെയും വിശുദ്ധന്മാരെയും മാതാവിനെയും തേടി നമ്മൾ പോകുന്നു. ചില കുട്ടി ദൈവങ്ങളെ നമ്മൾ സൃഷ്ടിക്കുന്നു. ഈ കുട്ടി ദൈവങ്ങളൊക്കെയാണ് ഈ അഭിഷക്തന്മാരും പാസ്റ്റർമാരും പ്രവാചകന്മാരും. അവരിലൂടെ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്നാണ് മറ്റൊരു കൂട്ടം വിശ്വസിക്കുന്നത്. സത്യത്തിൽ ദൈവത്തിനറിയാം, നിങ്ങൾ ഈ ഭൗതിക നന്മകൾക്ക് വേണ്ടി ഓടി നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അതിനനുസരിച്ച് ഉത്തരങ്ങളായിരിക്കും ലഭിക്കുന്നത്. അടുത്തതായിട്ട് റോമാലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമായി മഹത്വീകരിക്കുകയോ നന്ദി പറയുകയോ ചെയ്തില്ല. പകരം അവരുടെ ചിന്തകൾ വ്യർത്ഥമായി തീരുകയും അവരുടെ ബുദ്ധിയില്ലാത്ത ഹൃദയം ഇരുണ്ടുപോവുകയും ചെയ്തു. അതായത് സൃഷ്ടിയിലൂടെയും മനസ്സാക്ഷിയിലൂടെയും ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിട്ടും മനുഷ്യർ ആ ദൈവത്തിന് നന്ദി പറയുകയോ അവനെ ആരാധിക്കുകയോ ചെയ്യാൻ തയ്യാറായില്ല. ഇതിന്റെ ഫലമായി അവരുടെ ചിന്തകൾ സത്യത്തിൽ നിന്ന് അകന്നു പോവുകയും പാപം അവരുടെ ഹൃദയത്തെ ഇരുട്ടിലാക്കുകയും ചെയ്തു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവർ ഈ ഇരുട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തു വരുവാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. യേശുവിനെ ആരാധിക്കേണ്ടിയിടത്തും മഹത്വം കൊടുക്കേണ്ടതുമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇന്ന് ആരെയാണ് നാം റീപ്ലേസ് ചെയ്തിരിക്കുന്നത്? ചിന്തിക്കുക. അടുത്ത വാക്യം അതിൻ്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവർ തങ്ങളെ തന്നെ ജ്ഞാനികളായി വിചാരിച്ചെങ്കിലും ഭോഷന്മാരായിത്തീരുന്നു. ഈ വാക്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. പല ആൾക്കാരും ഞങ്ങൾക്ക് അറിവുണ്ട്, ഞങ്ങൾ ജ്ഞാനികളാണ്, ഞങ്ങൾ മാതാവിലൂടെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ അഭിഷക്തലോട് ചെന്ന് അഭിഷക്തനിലൂടെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്? ഈ ജ്ഞാനികൾ അവരെ ജ്ഞാനിയാണ്, ഞങ്ങൾ ശരിയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവരെന്തായിട്ടാണ് തീരുന്നത്? ദോഷന്മാരായിത്തീരുന്നു. പിശാചിന്റെ ഏറ്റവും വലിയ ദൗത്യം എന്താണ്? ആരും യേശുവിലൂടെ കടന്നു പോകരുത്, ആരും രക്ഷയിലൂടെ കടന്നു പോകരുത്. അതാണ് അവന്റെ ആവശ്യം. അതിനുവേണ്ടി പലതരത്തിലുള്ള മാതാവ് സൃഷ്ടിക്കപ്പെടും, പലതരത്തിലുള്ള അഭിഷക്തന്മാരുണ്ടായിക്കൊണ്ടിരിക്കും, പലതരത്തിലുള്ള പ്രോസ്പെരിറ്റി ഗോസ്പൽ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ചുറ്റുപാടിൽ. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ അറിയുന്നതിലാണ്. യേശു ക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനമെന്ന് 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. വായിച്ചു നോക്കാം. അടുത്ത വാക്യം റോമർ 1-ന്റെ 23-ാമത്തെ വാക്യം.
റോമർ 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. അക്ഷയരായ ദൈവത്തിന്റെ മഹത്വത്തെ അവർ നശ്വരമായ മനുഷ്യരുടെ, പക്ഷികളുടെ, നാൽക്കാലികളുടെ, ഇഴജന്തുക്കളുടെ പ്രതിമകളാക്കി മാറ്റി. അതായത് നിത്യനും അദൃശ്യനുമായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മനുഷ്യർ ദൈവത്തെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. മനുഷ്യർ മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയെ അവർ ദൈവങ്ങളായി സങ്കല്പിച്ചു. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ യഥാർത്ഥ പ്രതിരൂപം യേശു ക്രിസ്തുവാണ്. അതാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞത്. ഈ പ്രതിരൂപത്തെ വിട്ടാണ് ഇന്ന് മനുഷ്യർ പലതരത്തിലുള്ള രൂപങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് പള്ളികളിലും മറ്റുള്ള ആരാധനാലയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള വിഗ്രഹങ്ങളും പല വിശുദ്ധന്മാരുടെയും ബോഡി പാർട്സുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ വേളാങ്കണ്ണിയിൽ ചെന്നാൽ അവിടെ മാതാവിൻ്റെ പ്രതിഷ്ഠ, പലതരത്തിലുള്ള മാതാവിനെ ആരാധിക്കുന്ന സ്ഥലം ചെല്ലുമ്പോൾ അവിടെ കാണും. ഇതിനെയൊക്കെ തൊട്ട് വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ. പിന്നെ മറ്റുള്ള വിഭാഗമായിട്ടുള്ള ഈ പെന്തക്കോസ്ത് തലം എന്നൊക്കെ പറയുന്ന ആ തലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ പ്രതിമകൾ കാണുന്നില്ല, ഇപ്പോൾ ചെറിയ കുരിശുകളൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല അവരുടെ അഭിഷക്തന്മാരാണ് അവരുടെ പ്രതിമ. കാരണം ഇവരുടെ പ്രാർത്ഥിച്ചാൽ, അതായത് യേശുവിനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവരാണ്, ഇവരിലൂടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളതാണ് ആ വിഭാഗം ചിന്തിക്കുന്നത്. അതായത് യേശുവിനെ ഇവരെല്ലാം റീപ്ലേസ് ചെയ്തിരിക്കുന്നു. ഇപ്പം യേശുവിനെക്കാട്ടും വലിയ ഗമയിലാണ് ഈ അഭിഷക്തന്മാർ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഭിഷക്തന്മാർ കോടീശ്വരന്മാരായി ഈ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. പലതരത്തിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള വിഗ്രഹങ്ങളെ നമുക്കിപ്പോൾ തുടച്ചു നീക്കാം. ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി ആ മധ്യസ്ഥനിലൂടെ ആകട്ടെ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും. സാമ്പത്തിക നേട്ടങ്ങൾക്കായി വചനത്തെ വളച്ചൊടിച്ച് ജീവിക്കുന്ന ഏത് അഭിഷക്തനായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ നമ്മൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് ശ്രമിക്കുക. യഥാർത്ഥ ബൈബിൾ വചനങ്ങളെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Your